എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC പനോരമയുടെ നേർവഴിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം നേർവഴി എന്താണെന്നുള്ളത്. റാങ്ക് ഫയലുകളിലൂടെയും മറ്റു പല സ്റ്റഡി മെറ്റീരിയലുകളുടെയും ഉദ്യോഗാർത്ഥികൾ ധരിച്ചു വച്ചിരിക്കുന്ന പഠിച്ചു വച്ചിരിക്കുന്ന പല തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസും തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് നേർവഴി എന്ന് പറയുന്നത്. നേർവഴിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടത്തുവാൻ വേണ്ടി ആദ്യം നിശ്ചയിച്ചിരുന്ന സ്ഥലം പൂനെയാണ്. പൂനെയിൽ നിന്ന് അവസാന നിമിഷം കോൺഗ്രസിൻ്റെ സമ്മേളന സ്ഥലം ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. ബോംബെയിലെ ഗോകുൽദാസ് തെജ്പാൽ സംസ്കൃത കോളേജിൻ്റെ ഹാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതിന് കാരണമായത് പൂനെയിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു പകർച്ചവ്യാധിയാണ്. ഈ പകർച്ചവ്യാധി ഏതാണ് എന്നതിനെ സംബന്ധിച്ച് പല ബുക്കുകളിലും രണ്ട് ഇൻഫർമേഷൻസ് കാണുന്നു. ചില ബുക്കുകളിൽ കോളറ എന്ന് കാണുന്നു, ചില ബുക്കുകളിൽ പ്ലേഗ് എന്ന് കാണുന്നു. ഇതിലേതാണ് ശരി? ശരി ഉത്തരം കോളറയാണ്. പല റാങ്ക് ഫയലുകളിലും ഉത്തരം പ്ലേഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ശരി ഉത്തരം കോളറയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പല സ്റ്റാൻഡേർഡ് ബുക്കുകളിലും പ്ലേഗ് എന്ന് എഴുതിയിരിക്കുന്നത്? അതിനെപ്പറ്റി ഞാനൊരു പഠനം നടത്തി. അതിൻ്റെ കാരണമായിട്ട് മനസ്സിലായത് പൂനെയിലൊരു വലിയ പ്ലേഗ് ബാധ ഉണ്ടായിട്ടുണ്ട്. ഈ പൂനെയിൽ ഉണ്ടായി എന്ന് പറയുന്ന ഈ കൊളറ ബാധ പൂനെയെ പിടിച്ചുകുലിക്കൊരു വലിയ പകർച്ചവ്യാധിയൊന്നും ആയിരുന്നില്ല, ഒരു ചെറിയ പകർച്ചവ്യാധിയായിരുന്നു അത്. എന്നാൽ പിന്നീട് വളരെ വലിയൊരു പ്ലേഗ് ബാധ പൂനെയിൽ ഉണ്ടാകുന്നുണ്ട്. 1885 ഡിസംബർ അവസാന ആഴ്ചയിലാണല്ലോ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത്. ആ സമയത്ത് പൂനെയിൽ കോളറയാണ്. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 1896-97 കാലഘട്ടത്തിൽ പൂനെയിൽ ഒരു വലിയ പ്ലേഗ് ബാധ ഉണ്ടായി. വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗമാണ് പ്ലേഗ്. പ്ലേഗിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് സ്കിന്നിലാണ് ആദ്യം. അതുകൊണ്ട് പ്ലേഗ് ഉള്ള ആൾക്കാരെ വളരെ പെട്ടെന്ന് തന്നെ ഐസൊലേറ്റ് ചെയ്യണം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ക്വാറന്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് സംക്രമിക്കും. അപ്പം ഇപ്പം നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് ഗവൺമെൻറ് പല ഏജൻസികളും ആൾക്കാരെ ക്വാറന്റൈൻ ചെയ്യാനൊക്കെ ഇടപെട്ടുവെങ്കിലും അന്നത്തെ കാലത്ത് ഇതിൻ്റെ മൊത്തം ചുമതല കൊടുത്തത് പട്ടാളത്തിനാണ്. ഈ പ്ലേഗ് എന്ന് പറയുന്ന അസുഖം വളരെയധികം ജുഗുപ്സ ഉണ്ടാക്കുന്ന, കുഷ്ഠം പോലെ ജുഗുപ്സ ഉണ്ടാക്കുന്നൊരു അസുഖമാണ്. അതുകൊണ്ട് പ്ലേഗ് ഉള്ളത് ആൾക്കാർ തുറന്നു പറയത്തില്ല, അവരത് മറച്ചു വെച്ച് വീട്ടിനകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ചെന്ന് കണ്ടുപിടിച്ച് അവരെ ഐസൊലേറ്റ് ചെയ്യണം. മഹാരാഷ്ട്രയിലെ ചിത്പവൻ ബ്രാഹ്മൺസ്, ബാലഗംഗാധര തിലകനും VD സവാർക്കറും ഒക്കെ ജനിച്ച കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരുടെ വീടുകളിലൊന്നും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരോ മറ്റുള്ള ജാതിയിലുള്ളവരൊന്നും കയറാറ് പോലും ഇല്ല. അങ്ങനെയുള്ള ചില ഓർത്തഡോക്സ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് അവർക്കുണ്ട്. പൂനെയിൽ പടർന്നു പിടിച്ച ഈ പ്ലേഗിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു WC റാൻഡ്, മിസ്റ്റർ റാൻഡ്. ഈ പ്ലേഗുമായിട്ട് ബന്ധപ്പെട്ട് റാൻഡിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാള ഉദ്യോഗസ്ഥർ ഈ വീടുകൾക്കകത്ത് കയറി എല്ലാ ആൾക്കാരെയും അവർ പരിശോധിച്ചു. പ്ലേഗിൻ്റെ ലക്ഷണം ഉണ്ടോ നോക്കണമെങ്കിൽ പലപ്പോഴും ചിലപ്പം ഡ്രസ്സ് മാറ്റിയതിന് ശേഷം പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ചെയ്ത സമയത്ത് ഈ പട്ടാളം ഈ വീട്ടിലെ സ്ത്രീകളോടൊക്കെ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞ് വലിയൊരു വിവാദം അവിടെ ഉണ്ടായി. എന്തായാലും ഈ റാൻഡിൻ്റെ പ്രവൃത്തികളെ, അദ്ദേഹത്തിൻ്റെ എക്സസസിനെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ബാലഗംഗാധര തിലകൻ അദ്ദേഹത്തിൻ്റെ കേസരി പത്രത്തിലൂടെ വിമർശിച്ചത്. ബാലഗംഗാധര തിലകൻ എഴുതിയ ഈ ലേഖനം വായിച്ചിട്ട് ചിത്പവൻ കമ്മ്യൂണിറ്റിപ്പെട്ട 2 സഹോദരന്മാർ, ചാപ്പേക്കർ സഹോദരന്മാർ റാൻഡിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇന്ത്യയിൽ റവല്യൂഷണറി ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യത്തെ കൊലപാതകമാണ് റാൻഡിൻ്റെ കൊലപാതകം. അത് നടത്തുന്നത് ചാപ്പേക്കർ ബ്രദേഴ്സാണ്. ആ സംഭവം നടക്കുന്നത് 1897 അപ്പോൾ പൂനെയിൽ പ്ലേഗ് ഉണ്ടായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച് 10 വർഷങ്ങൾക്ക് അല്ലെ 11 വർഷം കഴിഞ്ഞതിന് ശേഷം ആണ്. അപ്പോൾ ഈ തെറ്റ് എല്ലാവരും തിരുത്തുക. കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് പൂനെയിൽ പൊട്ടിപ്പുറപ്പെട്ട പകർച്ചവ്യാധി കോളറ.